അതായത് മലയാളത്തിൽ ഇങ്ങനെ ഇതുവരെ അത്തരത്തിലുള്ള ചില സിറ്റുവേഷൻസ് ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഈ അടുത്ത കാലത്തൊന്നും ഒട്ടും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള പെർഫോമൻസ് ആയിരുന്നു. വേണമെങ്കിൽ ഈ സിനിമയുടെ ഒരു നെഗറ്റീവ് സൈഡ് എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിൽ ഈ മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ചില CCTV അമ്മായിമാരൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അവരെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന്റെ മറ്റേ ഭാഗത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിലില്ലേ, പല കാര്യങ്ങളും പല ക്രിമിനൽ ആക്ടിവിറ്റീസും നടക്കുന്നുണ്ടാകാം. അങ്ങനെ നോക്കുവാണെങ്കിൽ കാണാം. പക്ഷെ വല്ലാണ്ട് ആൾക്കാരങ്ങനെ ഒബ്സർവ് ചെയ്യുന്നതും ഒരു മോശം കാര്യമാണ്. അങ്ങനെ നെഗറ്റീവ് കൂടി സിനിമയ്ക്കുണ്ട്. കണ്ടു നോക്കുക. പക്ഷെ വളരെ രസകരമായിട്ടൊരു പടമാണ്. നമ്മളെ നല്ലോണം എന്റർടൈൻ ചെയ്യിക്കുന്നുണ്ട്, നല്ലോണം രസിപ്പിക്കുന്നുണ്ട്. ബേസിലിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് വല്ലാണ്ട് മാന്യനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ വല്ലാണ്ട് മാന്യന്മാരാകുന്ന എല്ലാ ആൾക്കാരുടെ ഉള്ളിലും എപ്പോഴും ഇതുപോലെ ഒരു ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ചില കോണസ്റ്റ് പിടിച്ച സാധനങ്ങളൊക്കെ എപ്പോഴും ഉള്ളിലുണ്ടാവും. വളരെ നൈസ് ആയിട്ടൊരു ക്യാരക്ടറായിരുന്നു. പടത്തിന്റെ ടീസറൊക്കെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചത് ബേസിലിന്റെ പേരായിട്ടാണ് നസ്രിയ വരുന്നതായിരുന്നു. പക്ഷെ